السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى والصلاة والسلام على أشرف المصطفى وعلى آله أهل الصدق والوفاء أما بعد. ഏറ്റവും ബഹുമാനാദരങ്ങൾ നിറഞ്ഞ സാധുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇസ്ലാമിക സാമൂഹിക നീതി ആധുനിക നിയമ സംവിധാനങ്ങളോട് താരതമ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങൾക്ക് സമക്ഷം സമാഗതനായിട്ടുള്ളത്. അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നീതി എന്ന് പറയുന്നത് അത് അതുല്യമായ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ വഴി നടത്തിയിട്ട് നമ്മൾ എത്തിച്ചേരുന്നത് സമാധാനത്തിൻ്റെ ഒരു തീരത്തേക്കാണ്. അത്തരത്തിലുള്ള ആ നീതി ഇന്ന് വെറും പുസ്തകത്താളുകളിലോ അല്ലെങ്കിൽ വെറും നിയമചട്ടങ്ങളിൽ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിലാണ് നാം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇസ്ലാമിൽ പ്രജയും രാജാവും ഒരുപോലെയാണെന്ന് നീതിയുടെ മുമ്പിൽ പറഞ്ഞു വെച്ച മതമാണ് ഇസ്ലാം. ഈ കാലഘട്ടത്തിൽ പ്രജയ്ക്ക് മറ്റൊരു നിയമവും രാജാവിന് മറ്റൊരു നിയമവുമുള്ള സാഹചര്യത്തിൽ ഇസ്ലാം കൃത്യമായി പറഞ്ഞു വെക്കുന്നു, പ്രജയും രാജാവും നീതിയുടെ മുമ്പിൽ, നിയമത്തിന് മുമ്പിൽ ഒരുപോലെയാണെന്ന്. അനീതിയും അക്രമവും കൊലവിളികളും നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക കാലഘട്ടത്തില് ഖുർആൻ പറഞ്ഞു വെക്കുന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു തആല തീർച്ചയായും നീതിയെ മുറുകെ പിടിക്കാൻ കൽപ്പിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ആയത്തിലൂടെ ഇസ്ലാമിന്റെ നിയമത്തിന്റെ ആദർശങ്ങളെ, ഇസ്ലാമിന്റെ നിയമബോധത്തെ കുറിച്ച് സമൂഹത്തിലേക്ക് ആദ്യമായി ഉത്തേജിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കുറച്ച് സമയത്തിന് മുമ്പല്ലേ, കുറച്ചു കാലത്തിന് മുമ്പല്ലേ നമ്മുടെ ഇന്ത്യയിൽ ബൽക്കീസ് ബാനു എന്ന് പറയുന്ന ഒരു മുസ്ലിം ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും പീഡിക്കപ്പെട്ടുകൊണ്ട് അവരുടെ പീഡിതരുടെ വെറുതെ വിടുകയും ചെയ്തു. എന്തേ കാരണം? പീഡിതർ വലിയ നേതാക്കളാണ്, ഉന്നത ജാതിക്കാരാണ്. അത് പറഞ്ഞുകൊണ്ട് പീഡിതരെ വെറുതെ വിട്ട ഇന്നത്തെ ഇന്ത്യയിൽ നാം തിരിച്ചറിയണം, നീതിബോധം എന്ന് പറഞ്ഞാൽ എന്റെ മകൾ ഫാത്തിമ കട്ടാലും അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ നീതിബോധമാണ് മുസ്ലിങ്ങളായ ഇസ്ലാമികമായ നീതിബോധമായി നമ്മൾ സ്വീകരിക്കുന്നത്. എന്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ അവളുടെ കൈ മുറിക്കുമെന്നും അലി റളിയല്ലാഹു അൻഹുവിന്റെ പടയങ്കി മോഷ്ടിച്ച ജൂതന്റെ മുമ്പിൽ ജൂതനാണെന്നതിന്റെ പേരിൽ അവന്റെ നീതി നഷ്ടപ്പെടരുത്, അതിനു വേണ്ടിയിട്ട് ജൂതൻ അനുകൂലമായിട്ട് വിധി പറഞ്ഞ പ്രവാചകന്റെ നീതിബോധമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരിക്കല് അബ്ബാസ് തങ്ങൾ ഒരു യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നുണ്ട്, ചെറിയ എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരിൽ. അബ്ബാസ് തങ്ങളെ ഒരു തൂണിൽ കെട്ടിയിട്ടപ്പോ ആ കരച്ചിൽ കേട്ടിട്ട് റസൂലിന്റെ മനസ്സിൽ വേദന വരുന്നുണ്ട്. വേദന മനസ്സിലാക്കിക്കൊണ്ട് സഹാബത്ത് അബ്ബാസ് തങ്ങളുടെ കയർ അയച്ചു കൊടുക്കുകയാണ്. സഹാബത്തിനോട് റസൂൽ ചോദിച്ചു, എന്തേ സഹാബ ഇപ്പോൾ അദ്ദേഹം കരയുന്നില്ലല്ലോ സഹാബ? അത് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, റസൂലെ അങ്ങയുടെ വേദന കണ്ടുകൊണ്ട് ഞങ്ങൾ കയർ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോ റസൂൽ ചോദിച്ചു, നിങ്ങൾ എല്ലാവരുടേതും അയച്ചു കൊടുത്തോ? ഇല്ല, തങ്ങളത് മാത്രമേ അയച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ റസൂൽ സഹാബാക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എല്ലാവരുടെയും കയർ ഒന്നുകിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അബ്ബാസ് തങ്ങളുടെ കയർ മുറുകെ കെട്ടുക എന്ന് പറഞ്ഞ നീതിബോധത്തിന്റെ ആദർശമാണ് മുസ്ലിങ്ങളായ നമ്മൾ കൈക്കൊള്ളുന്നത്. പ്രിയമുള്ളവരെ, കറുത്തവനാണെന്നതിന്റെ പേരിൽ നീചമായിട്ട് ആക്രമിക്കപ്പെടുകയും സ്കൂളുകളിലും മറ്റു വിദ്യാകേന്ദ്രങ്ങളിലും കറുത്തവനും വെളുത്തവനും 2 ബെഞ്ചുകളിലായിരുന്നു കൊണ്ട് വിദ്യ നുകരുന്ന നമ്മുടെ ഇന്ത്യയിൽ കറുത്തവനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കോടതിയിലും മറ്റു നിയമ സംവിധാനങ്ങൾക്കിടയിലും ക്രൂരമായി ശിക്ഷ അനുഭവിക്കപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിൽ വെളുത്തവനാണെന്നതിന്റെ പേരിൽ കോടതിയും ശിക്ഷയും നിയമങ്ങളും ഒന്നും ബാധിക്കാതെ ഇന്ന് നമ്മുടെ നിയമത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുള്ള സമകാലിക ഇന്ത്യയിൽ നിയമത്തെയും നീതിയെയും കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ സമകാലിക സർക്കാരുകളും ഗവൺമെന്റുകളും എല്ലാം പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ ദരിദ്രം മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ടുകൾ എഴുതിക്കൊണ്ട് അത് കൃത്യമായ റിപ്പോർട്ടുകളായി പ്രദർശിപ്പിക്കുക എന്നതിലപ്പുറത്തേക്ക് നീതിബോധത്തിന്റെ മറുവശങ്ങളൊന്നും ചിന്തിക്കാതെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്ലാം കൃത്യമായി പറയുന്നത്, സകാത്ത്, സ്വതക, ഹദിയ എന്നീ നിരവധി ആദർ സംഹിതകളെ കൊണ്ട് മുസ്ലിമിന്റെ മനസ്സാന്തരങ്ങളിൽ നിറച്ചുകൊണ്ട് സാമൂഹിക നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ പണക്കാരന്റെ സമ്പത്തിൽ നിന്നൊരൽപ്പം അവന്റെ അടുത്ത് ഭക്ഷണം കിട്ടാതെ വയറിൽ ഒട്ടി നിൽക്കുന്ന പാവപ്പെട്ട ദരിദ്രനുള്ളതാണ് അവന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം എന്ന് പഠിപ്പിച്ച ഇസ്ലാം സാമൂഹിക നീതിത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം ആദർ സംഹിതകളാണ് മുന്നോട്ട് വെച്ചതെന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കളക്ടിസം ആൻഡ് ഇസ്ലാമിക് ലോ എന്ന് പറയുന്ന കൃത്യമായ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്, സകാത്ത് അടങ്ങുന്ന നിരവധി ആദർ സംഹിതങ്ങൾ എത്രത്തോളമാണ് ഇസ്ലാമിന്റെ സാമൂഹിക നീതിയിൽ, എത്രത്തോളമാണ് സ്വാധീനം ചെലുത്തിയത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. നാം മനസ്സിലാക്കണം. ഈ അടുത്ത് ഒരു UN റിപ്പോർട്ട് വന്നില്ലേ, ഏകദേശം 40% സ്ത്രീകൾക്ക് ജോലി ചെയ്യുകയും എന്നാൽ അവർക്ക് ജോലിയിൽ വേതനം കുറവ് ലഭിക്കുകയും ചെയ്യുന്നു. എന്തേ കാരണം?
സ്ത്രീകളോട് വിവേചനം ചെയ്യുന്നു, സാമൂഹിക നീതി നടപ്പാക്കുന്നില്ല, എന്നിട്ട് ഫെമിനിസം മറ്റതും മറച്ചതും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ തലയിൽ കെട്ടിച്ചമച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന ഫെമിനിസ്റ്റ് വാദികൾ നിറഞ്ഞു നാടിക്കൊണ്ടിരിക്കുകയാണ് സമകാലിക ലോകത്ത്. ആ ഒരു സമയത്ത് വലഖദ് കറംനാ ബനി ആദം എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് മനുഷ്യ സമൂഹത്തെ തന്നെ, മനുഷ്യ ലോകത്തെ തന്നെ, മനുഷ്യ കുലകത്തെ തന്നെയാണ് ഇസ്ലാം തീർച്ചയായും പരിഗണിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും. ആ സാമൂഹിക നീതിയാണ്, ആ സാമൂഹിക ബോധമാണ് എല്ലാ മുസ്ലിമിന്റെയും മുസൽമാനിന്റെയും മനസ്സാന്തരങ്ങളിലേക്ക് സാമൂഹികമായിട്ട്, ധാർമ്മികമായിട്ട്, നൈതികമായിട്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ചിന്താഗതികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നീതിബോധമാണ്, സാമൂഹിക നീതിയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.